വെൽക്കം ടു ഇറ്റ് അനദർ വീഡിയോ ഓഫ് ഇംഗ്സ് ഇന്റർനാഷണൽ അക്കാദമി ഓഫ് ഇംഗ്ലീഷ്. ദിസ് ഇസ് സ്മിത. അപ്പോൾ നമ്മൾ OET ലെറ്ററിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കണക്ട് ആണ് ഫോർ വിച്ച്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ട് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഓക്കെ, ഹി ഹാഡ് എ ഫീവർ, ഫോർ വിച്ച് പാരസെറ്റമോൾ വാസ് അഡ്മിനിസ്റ്റേർഡ്. He had a fever, for which paracetamol was administered. എന്ന് വെച്ചാൽ എന്താ, ഫീവർ ഉണ്ടായിരുന്നു, സോ പാരസെറ്റമോൾ അഡ്മിനിസ്റ്റർ ചെയ്തു. ഇവിടെ ഫോർ വിച്ച് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് ഇത് കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഫോർ വിച്ച് ഒരിക്കലും നമുക്ക് ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം പറഞ്ഞ് അടുത്ത കാര്യം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ വിച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ വിച്ച് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിനായിട്ട് ഇത് കൊടുത്തു എന്ന് പറയാൻ, ഫീവറിനായിട്ട് പാരസെറ്റമോൾ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഫോർ വിച്ചിന് മുന്നിൽ എപ്പോഴും കോമ ഉണ്ടായിരിക്കും. ഫോർ വിച്ച് എന്ന് പറയുന്നത് 2 വേർഡ്സ് ആണ്. സെന്റൻസിന്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യാനും പറ്റില്ല. താങ്ക്